ഉയർന്ന മാറിടമുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന സവിശേഷമായ ശാരീരികവും പ്രായോഗികവുമായ പ്രത്യേകതകളും നിത്യജീവിതത്തിലെ അനുഭവങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ആരും അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നില്ല. ഇന്ന് നമ്മൾ ഈ വിഷയത്തിൽ മൗനം ഭേദിക്കുകയാണ്. വസ്തുതകളും അവബോധവും അടിസ്ഥാനമാക്കി ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. നമസ്കാരം. ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗികാരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ വലിയ സ്തനവലുപ്പമുള്ള സ്ത്രീകൾ നേരിടുന്ന ചില സാധാരണ ശാരീരിക, പ്രായോഗിക, സാമൂഹിക അനുഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു. ഇത് മുൻവിധിയോടെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനെക്കുറിച്ചോ സാമാന്യവൽക്കരിക്കുന്നതിനെക്കുറിച്ചോ അല്ല. കാരണം ഓരോ സ്ത്രീയും വ്യത്യസ്തയാണ്. ഇത് അവബോധം, ആശ്വാസം, ശരീരത്തെ നന്നായി മനസ്സിലാക്കൽ എന്നിവയെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാം. 1. ശാരീരിക അനുഭവങ്ങൾ. ഉയർന്ന മാറിടവും സ്തനങ്ങളുമുള്ള സ്ത്രീകൾക്ക് ശരീരത്തിൻ്റെ ഘടന അല്പം വ്യത്യസ്തമായി അനുഭവപ്പെടാം. കൂടുതൽ ഭാരം നെഞ്ചിൻ്റെ ഭാഗത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ അത് ചിലപ്പോൾ ശരീരനിലയെയും മൊത്തത്തിലുള്ള ശരീരസുഖത്തെയും ബാധിച്ചേക്കാം. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും സാധാരണമായ പ്രശ്നങ്ങളിൽ ഒന്ന് നടുവേദനയാണ്, പ്രത്യേകിച്ച് മുകൾ ഭാഗത്തും നടുവിലും. അതോടൊപ്പം തോളിലും കഴുത്തിലും അസ്വസ്ഥത ഉണ്ടാകാം, പ്രത്യേകിച്ച് ശരിയായ പരിചരണം ലഭിച്ചില്ലെങ്കിൽ. മറ്റൊരു പ്രധാന ഘടകം ശരീരത്തിലെ അസ്വസ്ഥതയാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലെയും പോലെ ചൂടുള്ളതോ ഈർപ്പമുള്ളതോ ആയ കാലാവസ്ഥയിൽ ബ്രസ്റ്റിനടിയിൽ വിയർപ്പും ഘർഷണവും ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചുണങ്ങ്, ചുവപ്പ്, തടിപ്പ് അല്ലെങ്കിൽ അസ്വസ്ഥത എന്നിവയ്ക്ക് കാരണമാകും. 2. വസ്ത്രധാരണവും ദൈനംദിന ജീവിതശൈലിയിലെ വെല്ലുവിളികളും. വസ്ത്രധാരണം ചിലപ്പോൾ ഒരു വെല്ലുവിളിയായി മാറിയേക്കാം. പല റെഡിമെയ്ഡ് വസ്ത്രങ്ങളും വ്യത്യസ്ത ശരീരപ്രകൃതികൾക്ക് അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതല്ല. അതിനാൽ സ്ത്രീകൾക്ക് ശരിയായ ഫിറ്റ് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ഉദാഹരണത്തിന്, ബട്ടൺ ഡൗൺ ഷർട്ടുകൾ നെഞ്ചിൽ ഇറുകിയതായി തോന്നിയേക്കാം. ഫിറ്റ് ചെയ്ത ടോപ്പുകൾ വലിക്കുകയോ അസ്വസ്ഥതയുണ്ടാക്കുകയോ ചെയ്തേക്കാം. അയഞ്ഞ വസ്ത്രങ്ങൾ ആകാരം മറക്കുമെങ്കിലും ചിലർക്ക് ആത്മവിശ്വാസം കുറക്കും. അതുകൊണ്ടാണ് ശരിയായ ഇന്നർവെയർ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനമാകുന്നത്. ശരിയായി ഫിറ്റ് ചെയ്ത ബ്രാ വെറും കാഴ്ചയെ മാത്രമല്ല, അത് ആരോഗ്യത്തെയും ബാധിക്കുന്ന കാര്യമാണ്. ശരിയായ വലുപ്പവും അനുയോജ്യമായതും വേദനയെ ഗണ്യമായി കുറയ്ക്കുകയും ശരീരനില മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഓട്ടം അല്ലെങ്കിൽ വ്യായാമം പോലുള്ള ശാരീരിക പ്രവൃത്തികൾക്കിടയിൽ സ്പോർട്സ് ബ്രാ ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. ശരിയായതും അനുയോജ്യമായതുമല്ലെങ്കിൽ അസ്വസ്ഥതയ്ക്കും ദീർഘകാല ആയാസത്തിനും കാരണമാകും. 3. സാമൂഹികവും വൈകാരികവുമായ വശങ്ങൾ. ശാരീരിക ഘടകങ്ങൾക്ക് പുറമെ പരിഗണിക്കേണ്ട സാമൂഹിക അനുഭവങ്ങളുമുണ്ട്. ഉയർന്ന മാറിടമുള്ള സ്ത്രീകൾക്ക് ചിലപ്പോൾ അവർക്ക് സുഖകരമല്ലാതെ കൂടുതൽ ശ്രദ്ധ ലഭിച്ചേക്കാം. ഇത് പൊതു ഇടങ്ങളിൽ സ്വയം അവബോധമോ അസ്വസ്ഥതയോ ഉണ്ടാക്കാം. ചില സാഹചര്യങ്ങളിൽ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പോലും മറ്റുള്ളവർ അവരെ എങ്ങനെ കാണുന്നു എന്നതിനെ സ്വാധീനിക്കുന്നു. ഇത് അവർക്ക് ഒരു പരിമിതിയായി തോന്നാം. ഇത് ഒരു വ്യക്തിയെക്കുറിച്ചല്ല, മറിച്ച് പലപ്പോഴും സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. 4. സമതുലിതമായ ഒരു വീക്ഷണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാ: ഉയർന്ന മാറിടമുള്ള എല്ലാ സ്ത്രീകളും ഈ വെല്ലുവിളികളെല്ലാം അനുഭവിക്കണമെന്നില്ല. എല്ലാ അനുഭവങ്ങളും നെഗറ്റീവല്ല. ഓരോ ശരീരവും അതുല്യമാണ്, വ്യത്യസ്തമാണ്. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ എങ്ങനെ പരിപാലിക്കുന്നു
അതിൽ നിങ്ങൾക്ക് എത്രത്തോളം സുഖം തോന്നുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ലളിതമായ ഘട്ടങ്ങൾ ഇവയാണ്: ശരിയായ അനുയോജ്യമായ വസ്ത്രം ധരിക്കുക, നല്ല ശരീരനില നിലനിർത്തുക, ശരിയായ വ്യായാമത്തിലൂടെ ശരീരഘടന നിലനിർത്തുക, ചർമ്മ ശുചിത്വം പാലിക്കുക. ദൈനംദിന സുഖത്തിലും ആത്മവിശ്വാസത്തിലും വലിയ വ്യത്യാസമുണ്ടാക്കും. എല്ലാറ്റിനുമുപരി അറിവ് ശക്തിയാണ്. നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള ചെറിയ അവബോധം പോലും മികച്ച തിരഞ്ഞെടുപ്പുകളിലേക്കും മികച്ച സുഖ സൗകര്യങ്ങളിലേക്കും മികച്ച ആത്മവിശ്വാസത്തിലേക്കും നയിച്ചേക്കാം. നിർഭാഗ്യവശാൽ പലരും ഇപ്പോഴും ഈ ചെറുതും എന്നാൽ പ്രധാനപ്പെട്ടതുമായ വിശദാംശങ്ങൾ അവഗണിക്കുന്നു. അത് അവബോധത്തിലൂടെ മാറ്റാൻ ലക്ഷ്യമിടുക. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യുമ്പോഴും ഹൈപ്പ് ചെയ്യാൻ മറക്കുന്നുണ്ട്, അല്ലെങ്കിൽ പലർക്കും അറിയില്ല. നിങ്ങൾ ഹൈപ്പ് ചെയ്യുന്നതാണ് ഈ വീഡിയോ പ്രോത്സാഹിപ്പിക്കാനും ഒരുപാട് പേരിലേക്ക് എത്താനുമുള്ള ഏക വഴി. കമൻറ്റ് ചെയ്യുന്നതിൻ്റെ അടുത്ത് ഒന്ന് നീക്കിയാൽ ഈ ഹൈപ്പ് ബട്ടൺ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്കുള്ള സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. സംശയങ്ങൾ ഇവിടെ ചോദിക്കാൻ മടിയുള്ളവർ ടെലഗ്രാമിൽ ചോദിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.